പതിറ്റാണ്ടുകളായി കേരളത്തെ വീർപ്പ് മുട്ടിക്കുന്ന LDF, UDF അവിശുദ്ധ കൂട്ടുകെട്ടിന് അന്ത്യം കുറിക്കാൻ സമയമായെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. വികസനത്തിന്റെ പുതിയ വേഗവും ദേശീയതയുടെ കരുത്തുമായി കേരളത്തെ മാറ്റാൻ BJPക്കൊപ്പം നിൽക്കാൻ അദ്ദേഹം ആഹ്വാനം ചെയ്യുകയും ചെയ്തു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP ഉണ്ടാക്കിയ ചരിത്ര വിജയം ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രധാനമന്ത്രിയുടെ വാക്കുകൾ. LDFും UDFും തമ്മിലുള്ളത് വെറും ഫിക്സഡ് മാച്ച് മാത്രമാണെന്നും ഇതിൽ നിന്ന് മോചനം നേടി പുരോഗതിയുടെ പാതയിലേക്ക് വരാൻ കേരളം തയ്യാറായി കഴിഞ്ഞുവെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ്. കേരളത്തിന്റെ വികസനത്തിനായി കേന്ദ്ര സർക്കാർ നടത്തുന്ന പരിശ്രമങ്ങൾക്ക് ഇന്നൊരു പുതിയ ദിശാബോധം കൈവന്നിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. രാജ്യത്തെ വലിയ സ്റ്റാർട്ടപ്പ് കേന്ദ്രമായി തിരുവനന്തപുരത്തെ മാറ്റുന്നതിനായുള്ള ആദ്യ ചുവടുവയ്പ് ഇന്ന് വയ്ക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. വികസിത കേരളത്തിൽ കൂടി മാത്രമേ വികസിത ഭാരതം പൂർത്തിയാകാനാകൂ. കേരളത്തിലെ ജനങ്ങൾക്കൊപ്പം കേന്ദ്ര സർക്കാർ ഉണ്ടാകുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. കേരളത്തിന് ലഭിച്ച 3 അമൃത് ഭാരത് അടക്കം 4 ട്രെയിനുകളുടെ ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. രാജ്യത്തെ മുഴുവൻ പാവപ്പെട്ടവരുടെയും ഉന്നമനത്തിന് നടപ്പാക്കുന്ന ഒരു മഹത്തായ സംരംഭത്തിനും തിരുവനന്തപുരത്ത് തുടക്കമായിട്ടുണ്ട്. ഉന്തുവണ്ടിക്കാർക്കും വഴിയോര കച്ചവടക്കാർക്കും പ്രയോജനം ലഭിക്കുന്ന ക്രെഡിറ്റ് കാർഡ് പുറത്തിറക്കിയ ശേഷം മോദി പറഞ്ഞു. നമസ്കാരം പറഞ്ഞു തുടങ്ങിയ പ്രധാനമന്ത്രി മലയാളത്തിൽ എന്റെ സുഹൃത്തുക്കളെ എന്നും അഭിസംബോധന ചെയ്തു. മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രിയെ സ്വാഗതം ചെയ്ത് സംസാരിച്ചു. അമൃത് ഭാരത് ട്രെയിനുകളടക്കം ലഭിച്ചത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇവ വലിയ പ്രാധാന്യമുള്ള കാര്യങ്ങളാണെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. സംസ്ഥാന സർക്കാരിന് വലിയ സംതൃപ്തി നൽകുന്ന നിമിഷമാണിത്. കാരണം ഈ പദ്ധതികളിൽ പലതിനും കേന്ദ്ര സർക്കാരിന്റെ പച്ചക്കൊടി ലഭിക്കാൻ ഞങ്ങൾ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ പദ്ധതികൾക്ക് അനുമതി നൽകിയതിന് പ്രധാനമന്ത്രിയോടുള്ള ഞങ്ങളുടെ ആത്മാർത്ഥമായ നന്ദി അറിയിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. ഭാവിയിലും കേരളത്തോട് ഈ കരുതൽ തുടരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മറ്റ് വിവിധ മേഖലകളുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുമെന്നും അവയെല്ലാം സമയബന്ധിതമായി നടപ്പിലാക്കാൻ പ്രധാനമന്ത്രി ശ്രദ്ധിക്കുമെന്നും പ്രതീക്ഷിക്കുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വെള്ളിയാഴ്ച രാവിലെ 10:25 തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയ പ്രധാനമന്ത്രിക്ക് ആവേശോജ്വലമായ വരവേൽപ്പാണ് നൽകിയത്. ഗവർണർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടങ്ങിയവർ ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു. റെയിൽവേയുടെ ചരിത്ര മുന്നേറ്റത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് 3 അമൃത് ഭാരത് എക്സ്പ്രസ് ട്രെയിനുകളാണ് പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തത്. നാഗർകോവിൽ മംഗലാപുരം, തിരുവനന്തപുരം താമ്പരം, തിരുവനന്തപുരം ചർലാപ്പള്ളി എന്നീ അമൃത് ഭാരത് സർവീസുകൾക്ക് പുറമെ തൃശൂർ, ഗുരുവായൂർ പാസഞ്ചർ ട്രെയിനും അദ്ദേഹം നാടിന് സമർപ്പിച്ചു. കുറഞ്ഞ ചിലവിൽ സാധാരണക്കാർക്ക് ആധുനിക യാത്രാ സൗകര്യം ഒരുക്കുന്ന ഈ ട്രെയിനുകൾ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. കേരളത്തിന്റെ പാരമ്പര്യത്തെയും ആധുനിക സാങ്കേതിക വിദ്യയെയും കോർത്തിണക്കുന്ന വികസന പദ്ധതികൾക്കാണ് പ്രധാനമന്ത്രി ഇന്ന് തറക്കല്ലിട്ടത്. ആയുർവേദവും ബയോടെക്നോളജിയും സമന്വയിപ്പിക്കുന്ന CSIR NIIST ഇന്നോവേഷൻ ആൻഡ് എന്റർപ്രണർഷിപ്പ് ഹബ്ബ് തിരുവനന്തപുരത്ത് സ്ഥാപിക്കുന്നത് കേരളത്തിന്റെ ശാസ്ത്രരംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരും. ഗ്രീൻ ഹൈഡ്രജൻ, സുസ്ഥിര പാക്കേജിംഗ് തുടങ്ങിയ മേഖലകളിലെ ഗവേഷണം സംസ്ഥാനത്തെ സ്റ്റാർട്ടപ്പ് ഹബ്ബായി മാറ്റും. ഇതിനു പുറമെ ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അത്യാധുനിക റേഡിയോ സർജറി സെന്ററിലും തറക്കല്ലിട്ടു. PM സ്വാനിധി ക്രെഡിറ്റ് കാർഡ് പദ്ധതിയും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. തെരുവ് കച്ചവടക്കാർക്ക് ബാങ്കിംഗ് സേവനങ്ങളും പലിശരഹിത വായ്പകളും ഉറപ്പാക്കുന്ന ഈ പദ്ധതി വഴി കേരളത്തിലെ ഉൾപ്പെടെ 1 ലക്ഷം ഗുണഭോക്താക്കൾക്ക് വായ്പ വിതരണം ചെയ്തു. നവീകരണ പൂജപ്പുര ഹെഡ് പോസ്റ്റ് ഓഫീസിന്റെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിച്ചു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.